നമ്മളിങ്ങനെ BR റാങ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആരാന്ന് ഗെയ്സ് TGR ജെറിയും പിന്നെ ഹാൻസി എഫും പിന്നെ NXT ബായും നമ്മുടെ ഗെയിമിൽ വന്നു ഗെയ്സ്. അപ്പോൾ എന്നാളും ഇവരെ നമുക്ക് കൊല്ലാൻ പറ്റും നോക്കാം. എന്നാളും കൊല്ലാൻ പറ്റുന്ന സെറ്റ് ആയിരിക്കും. അപ്പോൾ എന്നാളും കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക നോക്കാം. കാരണം ജെറിയാണ് ഇവിടുന്ന് ഓടാൻ പോകുന്നത് ഗെയ്സ്. അപ്പോൾ എന്നാളും 2 ഇമോട്ടൊക്കെ കൊടുത്തു. നമ്മുടെ ആ പടം 3 ഇമോട്ടും ഉണ്ട്. അതിൻ്റെ 3 ഇമോട്ടിൻ്റെ പട്ടി ഷോ ഉണ്ട് എന്നാളും. അത് കഴിഞ്ഞ് ജെറിയെ നമ്മൾ തപ്പി അവസാനം അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവിടെ ഒളിച്ചിരിക്കണം ഗെയ്സ്. അപ്പോൾ എന്നാളും നമ്മൾ എന്നിട്ട് നോക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു അപായ 100K എന്ന് പറഞ്ഞ യൂട്യൂബറൊക്കെ ഉണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ ഇത് എന്നാളും കളറാക്കാൻ പറ്റുമോ നോക്കി ഈ മാച്ച്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ പീക്കിലോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. എന്നാളും പീക്കിൽ ഇറങ്ങിയിട്ട് മാസ് കാണിക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ മിക്കവാറും അവന്മാരുടെ അടി കൊണ്ട് ചാവണ്ടി വരും. അതായിരിക്കും അവസ്ഥ. അപ്പോൾ ഗീസ് മറ്റേ NXT ബായുടെ മറ്റേ ഇതാണെന്ന് തോന്നുന്നു ഇപ്പോൾ പോയത്. മറ്റേ ഒരു ഇതുണ്ട് മറ്റേ പക്ഷിയുടെ മേൽ ഔറയുടെ മറ്റേ ഇതില്ലേ. അപ്പോൾ ഇത് പോണതെന്ന് വെച്ചാൽ ഹാൻസി എഫ് ആണ് ഗീസ്. അപ്പോൾ ഹാൻസി എഫ് ഉണ്ട്, ജെറി എഫ് ഉണ്ട്, പിന്നെ നമ്മുടെ NXT ബായി അപ്പുറത്തുകൂടി പോകണം. അപ്പോൾ എന്നാളും അടിക്കാൻ പറ്റുന്നത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ ഇറങ്ങി അങ്ങ് ചെന്നതും ഒരു കുന്ന് എനിമീസ് ഈ പീക്കിൻ്റെ ഇവിടെ തന്നെ ഇറങ്ങണം. എന്നാളും എല്ലാവരും അടിക്കാൻ വേണ്ടി വന്നാൽ തോന്നുന്നു. നേരെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ MB40 അതിൻ്റെ വെപ്രാളത്തിൽ നമ്മളത് എടുക്കുകയും ചെയ്ത് നേരെ ചാടി ചെല്ലുകയും ചെയ്ത് NXT കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അവിടെ നിലത്തങ്ങ് കിടക്കുകയും ചെയ്ത് പോണ് ജെറി എഫ്. അപ്പോൾ NXT നമ്മളെ കൊന്നിട്ടിട്ടുണ്ട് എന്നാളും. അപ്പോൾ ഇനി എന്നാളും നടക്കത്തില്ലെന്ന് എനിക്ക് വേണം കൊല്ലാൻ. അപ്പോൾ നമുക്ക് അവസാനം വരെ നോക്കാം എങ്ങനെയൊക്കെ. അവസാനം നമ്മൾ ഒച്ച കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഒച്ച കുറച്ചിട്ടുണ്ട് നമ്മൾ എന്നാളും. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ചാനൽ സബ്ബി ഷോർട്സിലേക്ക് കൂടി എടുക്കുക. എന്നാളും NXT ഇവിടെ കില്ല് കുറേ വാരുന്നുണ്ട് ഗീസ്. അപ്പോൾ നമ്മൾ നെക്കി പിടിച്ച് അങ്ങ് ചത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കൊന്നേന്ന് നോക്കാം. അങ്ങനെ നമ്മൾ എന്നാളും ഇത് NXT സ്പെക്കിലോട്ട് നമ്മൾ പോയപ്പോഴാണ് നോക്കാനും ഗീസ് നമ്മളെ തലമണ്ട അടിച്ച് പൊട്ടിച്ചായിരുന്നു ഗീസ്. എന്നാളും നോക്കാൻ ഒരു കില്ല് അവിടെ നിന്ന് ജെറിബായി എടുത്താണ്. കഴിഞ്ഞ് നമ്മളെ തല അങ്ങ് പൊട്ടി നമ്മളവിടെ നിലത്ത് വീണിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടീമേറ്റ് ഇത് മില്ലിൽ വന്നിട്ട് എന്നാളും നമ്മളെ പൊക്കിയെല്ലാം വിട്ട് നമ്മളിത് പീക്കി വീണ്ടും വന്നു. പീക്കി വന്നപ്പോഴല്ലേ ഓർത്ത് നോക്കാനും അപ്പുറത്തായിട്ടൊക്കെ എനിമീസ് ഉണ്ട് ഗീസ്. എന്നാളും ജെറിബായൊക്കെ ഇവിടെ കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. NXT ഒക്കെ ഇത് ചത്തിട്ടുണ്ട് എന്നാളും. ഇപ്പം ഗിൽഫീൽഡിൽ കണ്ടായിരുന്നു. അപ്പോൾ എന്നാളും നമ്മളിവിടെ പതുക്കെ പമ്മി നിൽക്കുകയാണ് ഗീസ്. ആരെങ്കിലും വരുവാണെങ്കിൽ നേരെ തലക്കെട്ട് അടിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാളും ആരും വന്നൊന്നുമില്ല. അവസാനം നമ്മളിത് ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്ന് അവസാനം നമ്മളിത് പുറകോട്ട് ഓടുകയാണ് ഗീസ്. അപ്പോൾ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാലും അവിടെ പോയി 2 കുമ്മനടിക്കാൻ പറ്റും നോക്കാം ഗീസ്. ജെറി എഫിൻ്റെ ഒക്കെ സ്കോഡ് പോകുന്നു നോക്കാരം. അപ്പോൾ എന്നാലും കുറച്ച് ഡാമേജ് കൊടുത്ത് നേരെ എന്നാലും വേറൊരുത്തിനും കൂടി ഉണ്ട് ഗീസ്. അപ്പോൾ അവിടെയാണ് ജെറി വന്നെ. അപ്പോൾ ജെറി ആ ഗ്ലൂ ആൾട്ടിട്ടപ്പം നമുക്ക് മനസ്സിലായി കൺഫേം ആയി അത് ജെറിയാണ്. അത് കഴിഞ്ഞ് നോക്കാരം എന്നാളും കുറച്ച് ഡാമേജ് കൊടുത്തു. പക്ഷേ എന്നാളും ജെറി അങ്ങ് ഓടിക്കളഞ്ഞ് ഗീസ്. എന്നാളും നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എന്നാളും എന്നാന്ന് അറിയത്തില്ല. എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല ഗീസ്. നമ്മൾ സെറ്റാക്കും. എന്നാളും പവറായിട്ട് തിരിച്ചു വരുന്നതാണ് ഈ എന്നാളിലൊക്കെ മാറ്റി സെറ്റാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഓടിയത് ഓർമ്മയുള്ളൂ. നമ്മൾ നോക്കാനും നമ്മൾ മെഡ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മെഡ് അടിച്ചൊക്കെ കഴിഞ്ഞ് ഇനി അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. എന്നാലും അതേ നടക്കത്തുള്ളൂ. പിന്നെ നമ്മളവിടെ ഫൈറ്റിന് നിന്നില്ല ഗീസ്. നമ്മുടെ ടീമേറ്റ് എല്ലാം അപ്പോൾ വലിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ടീമിൻ്റെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ബാക്കൊക്കെ വലിഞ്ഞ് പിന്നെ എന്നാളും പതുക്കെ ഫൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ നേരെ ബാക്കൊക്കെ വലിഞ്ഞിട്ട് നേരെ ഇവിടെ നിൽക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്നാളും ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മളിത് സ്ട്രിപ്പിൻ്റെ ഇവിടെ വന്നു. സ്ട്രിപ്പിൻ്റെ ഇവിടെ നമ്മുടെ ടീമേറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാളും സപ്പോർട്ട് പ്രതീക്ഷിച്ച് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുക. നമ്മളപ്പം തോട്ട് പോകണോ മുകളിലോട്ട് പോകണമെന്ന് വിചാരിച്ച് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുക ഗീസ്. അപ്പോൾ എന്നാളും ഓർത്ത് അവിടുത്തെ ആ പെട്ടി തുറന്നേക്കാം അവിടെ വല്ലതും കാണുമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇവിടെ വന്നപ്പോൾ മാഗ് കിട്ടി. അപ്പോൾ എന്നാളും മാഗ് കിട്ടി. പിന്നെ എന്നാളും നെക്കി പിടിച്ച് കൊല്ലാമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് പോയിട്ട് അതുമല്ല പെട്ടിക്കകത്ത് വല്ലതും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നപ്പം എന്നാളും നമുക്ക് ഇവിടെ AK ഉണ്ട്. അപ്പോൾ AK എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ച് അവസാനം AK എടുത്ത് നമ്മൾ നേരെ ഒന്നുകൂടി തുറന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് നോക്കാറുണ്ട് 2 ലൂട്ട് പെടുക്കാൻ നോക്കുമ്പോൾ പൊക്കത്തായിട്ട് എല്ലാം നോക്കി ഗീസ്. അപ്പോൾ ഡ്രോപ്പ് വന്നു വീണിട്ടുണ്ട്. ഞാൻ വേറെ സൗണ്ട് ഇട്ട് നോക്കി. അപ്പോൾ NXT ആണെന്ന് തോന്നുന്നു ഗീസ് പറന്നിറങ്ങണം നോക്കാറ്. നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത്. അപ്പോൾ എന്നാൽ ഇടിച്ചിടിച്ച് കാണിച്ചു. അവർക്ക് ഫ്രണ്ട് ആകുമെന്ന്. അപ്പോൾ ഗീസ് നമ്മളെന്നാളും ഇരുന്നിരുന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ NXT നമ്മളോട് ഫ്രണ്ടായി ഗീസ്. അപ്പോൾ എന്നാളും അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ തോക്കൂരി ഇങ്ങനെ കൊടുത്തു. പക്ഷേ NXT എടുത്തില്ല ഗീസ്. എന്നാളും നമുക്ക് ആ തോക്ക് തിരിച്ച് തന്നിട്ട് പോയിട്ടുണ്ട്. എന്നാളും അവിടെ നിന്ന് മെഡൊക്കെ അടിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ തോക്ക് എടുത്തുകൊണ്ട് ഞാൻ നേരെ NXTയുടെ പുറകെ പോകണം. അപ്പോൾ നമ്മൾ ടീമേറ്റും പറഞ്ഞു നമ്മൾ വന്ന് ഫ്രണ്ടാവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ടീമേറ്റിനെയും വിളിക്കുന്നുണ്ട് ഗീസ്. അപ്പോൾ എന്നാളും NXTക്ക് അത് മനസ്സിലാവുമായിരിക്കും. അത് കഴിഞ്ഞ് ഹാൻസി എഫും വന്നു. എന്നാളും കൊള്ളാം ഗീസ്. ടീം ഫുള്ള് ഫ്രണ്ടായിട്ടുണ്ട് എന്നാളും. അപ്പോൾ ഗീസ് ഇതുപോലത്തെ ഒരു OP മാച്ച് എനിക്ക് കിട്ടുമോ ഗീസ്. അപ്പോൾ നിങ്ങൾ സബ് ചെയ്ത് വെച്ചോ ചാനൽ സബ് ചെയ്ത് ഷോർട്സ് ലൈക്ക് അടിച്ച് ഹൈപ്പ് ബട്ടണൊക്കെ അങ്ങ് നെക്കി പവറാക്കി വിട്ടു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കിടിലം വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും ഗീസ്. കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ പവർ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഒരു 1K ലൈക്കാണ് ഗീസ് ടാർഗറ്റ്. 1K ലൈക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നിട്ടാണെങ്കിൽ NXTക്കൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ബാക്ക് വലിഞ്ഞ് നിന്നിട്ട് നേരെ ഇത് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാളും അവർ വെസ്റ്റ് എടുക്കട്ടെ. അവർ വെസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് നൈസായിട്ട് പോയി എടുക്കാമല്ലോ. അപ്പോൾ എന്നാളും നമ്മുടെ ടീമേറ്റ് എല്ലാം വന്നുണ്ട് ഗീസ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അപ്പം ഫ്രണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാളും അടിക്കത്തില്ലായിരിക്കും. അത് നമ്മൾ നേരെ വെസ്റ്റ് എടുത്ത് നമ്മുടെ 3 പേരും വെസ്റ്റ് ആയി. അപ്പോൾ ഈ മാച്ചിലാണെങ്കിൽ ഒരു ഹാക്കർ കൂടി ഉണ്ടായിരുന്നു ഗീസ്. അപ്പോൾ എന്നാളും ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ NXTയുടെ കൈ കൊണ്ട് ചാവാണ്ട് പോയത്. എന്നാളും വേറൊരുത്തന്നെ അടിച്ചാൽ. അപ്പോൾ എന്നാളും നമ്മൾ ഇടിച്ചിടിച്ചൊക്കെ കാണിച്ചു നമ്മുടെ ടീമേറ്റ് വരണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം നമ്മുടെ ടീമേറ്റ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അകത്തായിട്ട് എടുത്തുണ്ട്. അവനും നേരെ NXT ആയിട്ട് ഫ്രണ്ടായി. നമ്മൾ നേരെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ റേഞ്ചിനാണെങ്കിൽ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു ഗീസ്. അപ്പോൾ NXT ആരാണ്ട് കൊന്നിട്ടുണ്ട് കേട്ടോ ഗീസ്. അതില്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ ടീമേറ്റ് ഇത് അവിടെ നിന്ന് വന്നിട്ടുണ്ട് നോക്കാം. നമ്മുടെ ഹാൻസി ബായ് ആരാണ്ടൊക്കെ അടിക്കുന്നുണ്ട്. NXT അപ്പോൾ ഫ്രണ്ടായി ഗീസ് നമ്മുടെ ടീമൊക്കെ ആയിട്ട്. അപ്പോൾ വേറൊരുത്തും ഇത് ഇവിടെ നിന്ന് പറഞ്ഞുകൂടെ ഗീസ്. അപ്പോൾ എന്നാളും ഫ്രണ്ടായി. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്നാളും പോയായിരുന്നു. അതിലും കഴിഞ്ഞ് റേഞ്ചൊക്കെ സെറ്റാക്കിയിട്ട് നിൽക്കുമായിരുന്നു. എന്നാളും കറണ്ട് പോകും വരുമായിരുന്നു ഗീസ്. അപ്പോൾ എന്നാലും ഇതുപോലത്തെ അവസ്ഥ നിങ്ങൾക്കൊന്നും കമൻറ്റ് ഇടാൻ പറ്റില്ല. ഇനിയിപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഫുള്ള് കറണ്ട് പോക്കായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ ഗീസ് വീഡിയോ ഇനി എന്ത് ബാധിക്കുന്നു. അപ്പോൾ ഇപ്പം എന്നാലും കുഴപ്പമില്ല വീഡിയോ ഇടുമ്പോൾ ഒന്നും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിപ്പ് ലൈനൊക്കെ അടിച്ച് നേരെ പോവുക പൊക്കത്തേക്ക്. അപ്പോൾ ഹാക്കറിനെ എങ്ങനെയും കൊല്ലണം. അപ്പോൾ ഒരു ഹാക്കറുണ്ട് ഈ മാച്ചിൽ. അപ്പോൾ അവനെ കൊന്നെങ്കിൽ നടക്കത്തുള്ളൂ ഗീസ് അത് വെല്ലമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട്
പീക്കിലോട്ട് വന്നപ്പോഴാണ് നോക്കുക ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ജെറിബായി ഉണ്ടായിരുന്നു, ഹാൻസി ഉണ്ടായിരുന്നു, പിന്നെ NST ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ജെറിബായിനെ നമ്മൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യും കേസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ വന്നപ്പം മുട്ടം ഫൈറ്റ് നോക്കാം. NST അവിടെ നിന്ന് കുനിഞ്ഞിരുന്ന് അങ്ങ് അടിക്കുന്നു കേസ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് ഡാമേജൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. ജസ്റ്റ് മിസ്സിന് ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും അവിടെ പോയിരുന്നേ ചിലപ്പോൾ എനിക്കിട്ട് തടിയിട്ട് നമ്മൾ ചത്തേനെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്ന് കേസ് കമൻറ്റ് ഇടാൻ മറക്കല്ല. എന്നാലും നമ്മൾ ഇതുപോലെ ചെയ്യുന്നതാണ്. വോയിസ് ഓവറൊക്കെ കൊടുക്കണ ഒരുമാതിരി അവിഞ്ഞിരുന്നാണ് കേസ്. ഭയങ്കര ചൂടൊക്കെ അല്ലേ ഇപ്പം, ഭയങ്കര എന്തോ ഷോകാണ്. നമ്മളെങ്ങനെയൊക്കെയോ വോയിസ് ഓവർ കൊടുത്ത് വിടുക. അവസാനം ഇവിടെ വന്നപ്പോൾ ജെറി നിൽക്കുകയാണ്. അപ്പോൾ ജെറി ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഹാൻസ് നമുക്കിട്ട് അടി തന്നു. പിന്നെ എന്ത് ചെയ്യാൻ, അടിച്ച് കഴിഞ്ഞാൽ നമ്മളെന്നാലും ചാവുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ അടിക്കാണ്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ജെറി അവിടെ നിന്ന് മെഡൊക്കെ അടിക്കുന്നുണ്ട്. ജെറിയുടെ അടുത്ത് പോയി കുറച്ച് ഇരുന്നൊക്കെ കാണിച്ചിട്ട് നേരെ പുറകെ പോകും. എന്നാലും ജെറിയൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ടായില്ല കേസ്. അപ്പോൾ ജെറിയുടെ റേഞ്ച് പോയി തോന്നുന്നു. വന്ന് പേടിക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റേഞ്ച് ആണെങ്കിൽ ഇവിടെ മിക്കവാറും എനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കറണ്ട് പോയാൽ കളി പോയി കേസ്. അപ്പോൾ എന്നാലും നമ്മൾ എലിമിനേറ്റ് ആയി ചാവാൻ ചാൻസ് ഉണ്ട്. കറണ്ടൊന്നും പോകായിരുന്നു മതി. കറണ്ട് പോയിട്ട് ചതിച്ച് കഴിഞ്ഞാൽ അവസാനം ഷോക്കായി പോകും. അവസാനമാണെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും ഈ ഫുൾ വീഡിയോ ലൈക്ക് അടിക്കുക കേസല്ലേ. ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ കിടിലം വീഡിയോസൊക്കെ ആയിട്ട് തന്നെയാണ്. ലൈക്ക് അടിച്ചാൽ നിങ്ങൾക്കൊന്നും പോകാനില്ല കേസ്. ഒരു ലൈക്കും ഒരു ഹൈപ്പും അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ്. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ നിർബന്ധിക്കുന്നില്ല കേസ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ് ചെയ്താണ്. വോയിസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കേസ് കമൻറ്റ് ഇടാൻ മറക്കല്ലോ. നമ്മൾ എന്നാളും സെറ്റാക്കി എടുക്കുന്നതാണ് കേസ്. അപ്പോൾ എന്നാളും എന്നുള്ളത് മാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷേ നടക്കണില്ല കേസ്. എന്നാളും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സോൺ സർവൈവറിൻ്റെ മറ്റേ വണ്ടി എടുത്ത് നമ്മൾ ഓടിച്ച് കളിക്കണം കുറച്ച് നേരം. അപ്പോൾ എന്നാലും NST ഒക്കെ സോൺ സർവൈവർ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് നോക്കാൻ ടോക്കണൊക്കെ മേടിച്ചിട്ട് ആൾ പോകുന്നുണ്ട് എന്നാളും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുത്തു. നേരെ ആളും വണ്ടി എടുത്ത് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ പുറകെ പോകണം കേസ്. അപ്പോൾ NST പോകണത്, ജെറി പോകണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ എന്ത് വെറൈറ്റി അല്ലേ. അവരൊക്കെ ഫ്രണ്ടായി നമ്മളായിട്ട്. അപ്പോൾ എന്നാലും നമ്മളിരുന്നിരുന്ന് കാണിച്ചത് വേറെ കാര്യം. ജെറിയും അല്ല NSTനെ വേണേൽ അവിടെ വെച്ച് മാഗിനെ കാണാൻ നെക്കി പിടിച്ച് കൊല്ലായിരുന്നു. നമ്മളപ്പോൾ എന്നാളും ഫ്രണ്ടാക്കാൻ നോക്കി നടന്ന അവസാനം നമ്മളെ ഇത്ര ആൾക്കാർ ഫ്രണ്ടായി കേസ്. എന്നാളും അടിപൊളിയായിട്ടുണ്ട് മാച്ച്. ഇപ്പൊക്കെ വെറൈറ്റി ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാളും നമ്മൾ ലാസ്റ്റ് വരണം. എന്നാളും നമ്മൾ ബൂയ വിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇവരാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ നിൽക്കുമായിരുന്നു NST ഒക്കെ. എന്നാളും നമുക്ക് ഇവർക്ക് ബൂയ കൊടുക്കാൻ നോക്കാം. പക്ഷേ ആ ഹാക്കറാണ് കേസ് സീൻ. അവനെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ചിലപ്പം ആ ഹാക്കർ മിക്കവാറും ബൂയ ഉണ്ടോ. അവസാനം നമ്മളാണിങ്ങനെ നടന്ന് അവസാനം NST ഒക്കെ ആരണ്ടൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളെന്നാളും മൈൻഡ് ആക്കാൻ പോകുന്നുണ്ട് കേസ്. എന്നാളും ആരെ അടിക്കാൻ എൻ്റെ ഒരു ബലമായ ഇത് വെച്ച് വോയിസ് കൊടുക്കുന്നത് ഭയങ്കര ഷോക്കാണോ എന്നൊരു ഡൗട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കേസ്. എന്നാളും കമൻറ്റ് ഇടുക. ഈ ഫുള്ള് കണ്ടിരിക്കാനുള്ള തൃപ്തി അല്ല ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് പറയണം. എന്നാലും നമ്മൾ ഇതുപോലത്തെ ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. ഇനി അല്ലെങ്കിൽ BR റാങ്കിഡിൻ്റെ ഗെയിം പ്ലേ അതുപോലെ ഇതൊക്കെ ചെയ്യാം. കിടിലം പോലത്തെ ഗെയിം പ്ലേ ഒക്കെ ഉണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് കേസ് ഹാൻസിക്ക് വട്ടളാക്കി നോക്കാരെല്ലാവരും ഇടിച്ച് തെറിപ്പിച്ച് കളയാണ്. അപ്പോൾ അവസാനം നമ്മളിത് ഇതിൻ്റെ മണ്ടയിലോട്ട് അങ്ങ് വന്നപ്പോൾ ജെറിബായി ഒക്കെ പോകുന്നുണ്ട്. ആരാണ്ട് അടിക്കാൻ പോകാൻ തോന്നി കേസ്. അവിടെ ആരാണ്ട് ഫൈറ്റ് പൊട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജെറിബായുടെ പുറകെ പോകാണ്. നോക്കാറാണെങ്കിൽ ജെറിബായി ആരാണ്ട് വുഡ് പെക്കറിന് ഒരു വണ്ടാപ്പ് കൊടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ നോക്കാനും സോണി കിടക്കും. അപ്പോൾ എന്നാലും വല്ല ലൂട്ടൊക്കെ കാണുമെന്ന് വിചാരിച്ച് നമ്മൾ ചുമ്മാ ലൂട്ടിനുള്ള ആർത്തി മുത്തി വന്നപ്പോൾ ഹാൻസി നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് കേസ്. ഇവിടെ കള്ള ഹാൻസി. അപ്പോൾ നമ്മൾ നോക്കാം ഹാൻസി എഫിനെ അറിയാത്ത ആരും കാണത്തില്ല കേസ്. എന്നാലും നമ്മളൊന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റാണ് ആ വണ്ടിക്കകത്ത് ഇരിപ്പും ചെയ്യേണ്ടത്. നമ്മൾ നേരെ സോണിനകത്തുണ്ട് എങ്ങനെയൊക്കെ കയറിയിട്ട് നേരെ മെഡൊക്കെ അടിക്കുക. അപ്പോൾ ഹാൻസി ആണെങ്കിൽ എല്ലാവരും ഇടിച്ച് തെറിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനമാണെങ്കിൽ ഹാൻസിയാണ് ഒരുത്തനെ ഇടിച്ച് തെറിപ്പിച്ച്. നമ്മുടെ ടീമേറ്റിനെ വേറൊരുത്തനും തെറിപ്പിച്ച് കേസ്. അപ്പോൾ ഫ്ലെയിം ബായിനൊക്കെ എടുത്ത് തെറിപ്പിച്ച് കളയണം. അപ്പോൾ പകരം ഇവനാണെങ്കിൽ ഹാൻസിനെയൊക്കെ അടിക്കാൻ നോക്കി. നമ്മൾ നേരെ നെക്കി പിടിച്ച് കൊന്നു കേസ്. അപ്പോൾ വേറെ ഒന്നുമല്ല, അടിക്കാൻ നോക്കിക്കൊണ്ട് അടിച്ചു. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഹാൻസി വീണ്ടും വന്ന് ഇടിച്ച് നമ്മളിവിടെ വന്നപ്പോൾ ലോങ്ങിൽ നിന്ന് ആരാണ്ട് അടിച്ച് നമ്മളെ കൊന്നു കേസ്. അപ്പം ഇവിടെ എന്ത് അവസ്ഥയാണ്. നമ്മളെ പൊക്കാൻ വന്നപ്പോൾ ആ ടൈം പോലും കിട്ടിയില്ല. അവസാനമാണെങ്കിൽ എന്നാലും നമ്മളെ ടീമേറ്റ് പൊക്കുന്നും പറഞ്ഞ് നിൽക്കുവാണ് കേസ്. അപ്പോൾ പൊക്കി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അപ്പം വേറൊരുത്തും വീണ്ടും അടിക്കണം. അപ്പോൾ എല്ലാവരും അടിക്കുവാണ് കേസ്. അപ്പോൾ അവനാണെങ്കിൽ അപ്പം അത് കഴിഞ്ഞ് നോക്കാൻ NST അവരെ കൊല്ലുകയും ചെയ്തു. NSTനെയും കൊന്നു കേസ്. എന്തായാലും സോൺ അങ്ങ് ലോങ് അല്ലാത്തതുകൊണ്ട് മറ്റേ വെൻറ്റിമേഷൻ്റെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ടീമേറ്റ് നേരെ പൊക്കാൻ പോകണം കേസ്. അപ്പോൾ പൊക്കുവാണെങ്കിൽ സെറ്റായിരിക്കും. ഇപ്പോൾ 13 അലയും കൊണ്ട് അവസാനം നമുക്ക് ബൂയ NSTക്ക് കൊടുക്കാനും പറ്റും കേസ്. അപ്പോൾ ആണ് വണ്ടി ഇടിച്ചപ്പോഴേ വണ്ടി പൊട്ടിപ്പോയിട്ടുണ്ട്. അവസാനം നമ്മുടെ ടീമേറ്റ് നമ്മളെ പൊക്കിയും വിട്ടു. എന്നാലും നമ്മൾ ഏറി പറന്നിറങ്ങണം കേസ്. അപ്പോൾ പറന്നിറങ്ങിയിട്ട് ഇവിടെ ഇനി മാറി ഇറങ്ങിയാൽ മറ്റവനാണെങ്കിൽ നമ്മളെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മുടെ ടീമേറ്റ് ചാത്തനെ കേസ് പൊക്കാൻ പോയവനെ കൊന്നു കേസ്. പാവമുണ്ട്, ദാരുണാന്തി ആയിപ്പോയി. അപ്പോൾ കേസ് എല്ലാം നമ്മൾ LSHP വന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേസ്. അപ്പം LSHP ഇറങ്ങാൻ നേരം NST അവിടെ തന്നെ എവിടെയൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ ആരാണ്ടൊക്കെ എലിമിനേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ 14 അല്ലേ ആരാണ്ടൊക്കെ പൊക്കിയും വിട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നേരെ 2 ലൂട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കണം കേസ്. അപ്പോൾ NST ഇവിടെ വന്നിട്ടുണ്ട്. NST വന്നിട്ട് നമുക്ക് കവർ തന്നെ കേസ്. അപ്പോൾ എന്നാലും അത് അടിപൊളിയായിട്ടുണ്ട്. നോക്കാനും നമ്മളത് ഇടിച്ചിടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം വേറെ ഒന്നുമല്ല കേസ്. AWM എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് തന്നെ. അപ്പോൾ ആരാണ്ട് AWM എടുത്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ചാത്തനായിരുന്നു AWM എടുത്തുകൊണ്ട് നേരെ പോയത് സോണിനകത്തേക്ക്. അപ്പോൾ ഞാൻ എന്നാലും ചാത്തനോട് പറഞ്ഞു NST ഇത് അറിഞ്ഞാലുണ്ടല്ലോ, NSTയുടെ AWM കൊണ്ട് ആ സോണി കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്നാലും ചാത്തൻ. അപ്പോൾ NST അതും തപ്പി നടക്കുക, പാവമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് കുറച്ച് ലൂട്ടൊക്കെ പെറുക്കി സെറ്റാക്കിയിട്ട് അടിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ആരെയൊക്കെ വരുവാണെങ്കിൽ നമ്മളെ കൊല്ലാൻ. അപ്പം നോക്കാരം ഒരുത്തിനോട് ഇരുന്നിരുന്ന് ബെഡൊക്കെ അടിച്ച് കയറ്റുവാണെങ്കിൽ അവസാനം അവനാണെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാളും. നമ്മളാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അവസാനം റേഞ്ച് ഭയങ്കരമായിട്ട് ഷോ കേസ്. അപ്പോൾ റേഞ്ചൊക്കെ കണക്റ്റ് ആക്കിയിട്ട് വീണ്ടും വന്നപ്പം എന്നാളും എനിക്ക് തോന്നുന്നില്ല
കറണ്ട് പോയി കേസ്. അപ്പോൾ എന്നാളും ഇതൊക്കെ എന്ത് ഷോ ആണ്. ഇവിടെ ആണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്ന സാധനം ഇല്ല, അതാണ് പ്രശ്നം ജിയോയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ റേഞ്ച് ഉണ്ടെന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കാം അപ്പുറത്ത് പൊക്കത്തേക്ക് വന്ന് വിചാരിച്ചിരിക്കണം 94 അവസാനം പിങ്ങും ഉണ്ട് കേസ് നല്ല രീതിക്ക്. അപ്പോൾ എന്നാലും നമ്മൾ പൊക്കത്തേക്ക് നമ്മുടെ ടീമിൻ്റെ സൗണ്ടും കേൾക്കണില്ലായിരുന്നു. അവസാനം പൊക്കത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. പൊക്കത്ത് കയറി ചെന്നപ്പോഴാണ് നമ്മുടെ NST അവിടെ ഫൈറ്റ് പൊട്ടുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മളിവിടെ നിന്നിട്ട് നേരെ സപ്പോർട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കി നിൽക്കുമ്പം ആരും കാണില്ല. അവസാനം എനിക്ക് മനസ്സിലായി ഈ കളി തീർന്നെന്ന് മനസ്സിലായി കേസ്. അപ്പം ഞാനിവിടെ കൊണ്ട് തീർന്നെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കറിയാം എൻ്റെ റേഞ്ച് പോയപ്പോഴേ ഞാനിവിടെ നിന്ന് മാറി ഇങ്ങനെ നൈസായിട്ട് നിന്ന് ഇവിടെ നിൽക്കുക. അപ്പോൾ NST ഒക്കെ ആരാണ്ട് അടിക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റിനെ ആരാണ്ട് കൊന്നു കേസ്. എന്താണെങ്കിലും നമ്മുടെ ടീമേറ്റ് നേരെ പൊക്കിയിട്ടുണ്ട്. ഫ്ലെയിം ബൈ നേരെ പോയി പൊക്കിയിട്ട് വന്നപ്പോൾ നമ്മൾ നേരെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് അടിച്ചു കൊടുത്തു. നമ്മളും അങ്ങനെ ചത്തിട്ടുണ്ട്. നമ്മുടെ റേഞ്ച് ഭയങ്കര ഷോ. നമ്മൾ ഫ്ലെയിം ബൈ പൊക്കിയും വിട്ട് നോക്കാരം നമ്മളിവിടെ ഇങ്ങനെ ഓപ്പണിൽ നമ്മളിവിടെ വന്നിരുന്ന് മെഡ് അടിച്ചാൽ കേസ്. അപ്പോൾ എന്നാലും നമ്മുടെ റേഞ്ച് നമ്മൾ ചതിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ നമ്മളങ്ങനെ ചത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അവസ്ഥയാണെന്ന് അറിയത്തില്ല കേസ്. അപ്പോൾ ഇതുപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് കമൻറ്റ് മറക്കല്ല. അപ്പോൾ എന്നാളും നമ്മളങ്ങനെ ചത്തിട്ടുണ്ട്. അപ്പോൾ എന്നാളും NST മാത്രം NST ഹാൻഡ് സേഫ് ഉണ്ട്, പിന്നെ NST ബൈ ഉണ്ട്, അപ്പം നമ്മുടെ ഫ്ലെയിം ബൈ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ബൈ വിട്ടു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കണം കേസ്. അപ്പോൾ എന്നാലും നമ്മൾ ബൂജ കൊടുക്കാൻ വേണ്ടി നിൽക്കണം. അവരാണെങ്കിൽ എന്നാലും ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ എന്നാലും ഫ്ലെയിം ബൈ കുറച്ച് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ലൈവിൽ പോവല്ലേ മെഡിക്കറ്റ് ഹീലിംഗ് ബാറ്റിൽ എന്നൊക്കെ പറഞ്ഞ് മെഡൊക്കെ തന്നിട്ട് പോയി കേസ്. അപ്പം NST ആണെങ്കിൽ മെഡൊക്കെ ഡ്രോപ്പ് ചെയ്തായിരുന്നു. നോക്കാറ് ഫ്ലെയിം ബൈ ഒന്നും എടുക്കാണ്ട് നേരെ നമ്മൾ നേരെ ബാക്ക് അടിച്ച് നേരെ സോണിനകത്തങ്ങ് പോയിട്ട് നമ്മൾ നേരെ ചാവാന്ന് വിചാരിച്ചിരിക്കണം കേസ്. അപ്പോൾ ഫ്ലെയിം ബൈ നേരെ ചാവാൻ വേണ്ടി സോണിനകത്ത് കയറി ഹാൻസിയൊക്കെ അവിടെ നിന്ന് പോലെ എന്നൊക്കെ പറഞ്ഞ് NST ഒക്കെ അടിച്ച് കാണിക്കണം കേസ്. അവസാനം നമ്മളങ്ങനെ എലിമിനേറ്റ് ആയി. അപ്പം NST ബൈ പറയും ചെയ്തു WST ഫ്ലെയിം എന്നൊക്കെ. അപ്പോൾ ഏതാ കേസ്. അപ്പോൾ അവസാനം നമ്മളങ്ങനെ കളി കഴിഞ്ഞപ്പോൾ കുറച്ച് പ്ലസും കിട്ടി കേസ്. ഹീറോയ്ക്കായിരുന്നു. അപ്പോൾ അടുത്ത് പിടിക്കണമെങ്കിൽ സ്റ്റാർട്ട്